ഹായ് ഫ്രണ്ട്സ്, നമ്മൾ പുഡിംഗ് തയ്യാറാക്കുന്ന സമയത്ത് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എങ്ങനെയാണ് നമുക്ക് ചൈന ഗ്രാസും ജലാറ്റിനും ഒന്നും ഇല്ലാതെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗ് തയ്യാറാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത് ചൈന ഗ്രാസും ജലാറ്റിനും ഒന്നും ഇല്ലാതെ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് കിച്ചണിൽ തുടക്കക്കാർക്ക് വരെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഇത് സ്റ്റീംഡ് പുഡിംഗ് ആണ്. ഇതിൽ മെയിനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് പൈനാപ്പിളും അതേപോലെ തന്നെ കണ്ടൻസ്ഡ് മിൽക്കൊക്കെയാണ്. അപ്പം നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് കിടക്കാം. നമ്മൾ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് നമ്മൾ ആദ്യം 3 മുട്ടയാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കണ്ടൻസ്ഡ് മിൽക്കാണ്. അപ്പോൾ സ്വീറ്റ് ആൻഡ് കണ്ടൻസ്ഡ് മിൽക്ക് ആയതുകൊണ്ട് തന്നെ ഞാനിതിൽ വേറെ ഷുഗറൊന്നും ചേർക്കുന്നില്ല. ഇതൊരു ഏകദേശം 400 ഗ്രാം കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ട്. അപ്പോൾ ഇത് ആ ഒരു ടിന്ന് ഫുള്ള് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഞാനിവിടെ സ്ലൈസ്ഡ് പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ക്യാൻഡ് പൈനാപ്പിളാണ്. അതുകൊണ്ട് തന്നെ ഇത് ഞാൻ ഷുഗർ സിറപ്പിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ ഇത് ആ സിറപ്പ് അടക്കം കൂടി ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ ഞാനിത് വേവിക്കുന്നില്ല. അപ്പോൾ നമ്മൾ പൈനാപ്പിൾ ഇതേപോലെ ക്യാനിൽ വരുന്ന പൈനാപ്പിൾ ആണെങ്കിൽ ഏകദേശം നമ്മൾ 400 ഗ്രാം തന്നെ ആയിട്ട് പൈനാപ്പിൾ എടുക്കാൻ നോക്കുക. നിങ്ങൾ ഫ്രഷ് പൈനാപ്പിളാണ് എടുക്കണമെന്ന് വെച്ചാൽ പൈനാപ്പിൾ നമ്മളൊരു പാനിലിട്ടിട്ട് ഒന്ന് വേവിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. പിന്നെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു പാക്കറ്റ് ഗ്ലൂക്കോസ് ബിസ്ക്കറ്റും കൂടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു ചെറിയ പാക്കറ്റ് ബിസ്ക്കറ്റാണ്. അപ്പോൾ ചെറിയൊരു പാക്കറ്റ് ഗ്ലൂക്കോസ് ബിസ്ക്കറ്റ് ഞാനിവിടെ എടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ ഒന്ന് അടിച്ചെടുക്കാണ്. അപ്പോൾ നമ്മൾ ബിസ്ക്കറ്റൊക്കെ ഒന്ന് പൊടിഞ്ഞ് കിട്ടുന്ന വരെ നമ്മൾ ഇതൊന്ന് അടിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ഇപ്പോൾ ഇവിടെ പുഡിങ് സെറ്റ് ചെയ്യാനുള്ള ഒരു പാത്രത്തിലേക്ക്, അതായത് നമ്മൾ ഈ പാത്രത്തിൽ വെച്ചിട്ടാണ് നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുന്നത്. അപ്പം നിങ്ങൾ ആവിയിൽ വേവിച്ചെടുക്കുന്നത് ഏത് പാത്രത്തിലാണെങ്കിൽ അതിൽ കുറച്ച് നെയ്യോ ബട്ടറോ ഓയിലോ തടവി കൊടുക്കുക. അതിനുശേഷം നമ്മൾക്ക് അടിച്ചു വെച്ചേക്കുന്ന ഈ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചെടുക്കണം. നമ്മൾ ഈ അടിക്കുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഒരു 1/2 ടീസ്പൂണ് ഏലക്കപ്പൊടി ചേർക്കാം. അപ്പം ഞാനിവിടെ അടിക്കുന്ന സമയത്ത് ഏലക്കപ്പൊടി ചേർത്തിട്ടില്ല. ഞാനിവിടെ മേലെ ഇതുപോലെ കുറച്ച് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം മേലെ ആണെങ്കിലും നമ്മൾ ഒരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ആയിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് പിസ്ത ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിസ്ത സ്ലൈസ്ഡ് പിസ്തയും കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മേലെ നമ്മൾക്ക് ഒരു അലുമിനിയം ഫോയിൽ കൊണ്ട് കവർ ചെയ്തതിന് ശേഷം നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ അലുമിനിയം ഫോയിൽ കൊണ്ട് കവർ ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ഇവിടെ ഒരു പാത്രത്തിൽ നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അതിലേക്കൊരു സ്റ്റാൻഡ് ഇറക്കി വെച്ചിട്ട് നമ്മൾ ആവിയിലൊന്ന് വേവിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ. അപ്പം നമ്മളുടെ പൈനാപ്പിൾ പുഡിങ് ഇവിടെ റെഡി ആയിട്ട് കിട്ടും. അപ്പം നമ്മൾ ഇത് മേലെ വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 10 മിനിറ്റ് നമ്മൾ ആവി കയറ്റിയതിന് ശേഷം മേലെ നമ്മളൊരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടോ കുത്തി നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് വെന്തോന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഞാനിപ്പോൾ ഇതിൻ്റെ മേലെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു 25 ഗ്രാം ബട്ടർ ഉരുക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മിൽക്ക് ചോക്ലേറ്റ് എടുക്കാം, അല്ലെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും കൂടി മിക്സ് ആക്കിയിട്ടോ ഒക്കെ നമുക്ക് ഗാർണിഷ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് നട്ട്സോ അല്ലെങ്കിൽ പിസ്ത അല്ലെങ്കിൽ അതേപോലെ തന്നെ ആൽമണ്ടോ ഒക്കെ വെച്ചിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഡെക്കറേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇഷ്ടമുള്ള പോലെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അതിനുശേഷം ഞാനിപ്പോൾ ഇവിടെ അതിലേക്ക് കുറച്ച് ഒരു ടേബിൾ സ്പൂൺ പാലും കൂടിയും ഒഴിച്ചിട്ട് ഞാനിപ്പോൾ ഇവിടെ അതൊന്ന് മെൽറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ നമ്മളുടെ വേവിക്കാൻ വെച്ചിട്ടുള്ള പൈനാപ്പിൾ പുഡിങ് നമ്മളിപ്പോൾ ഇവിടെ സ്റ്റീം ചെയ്യാൻ വെച്ചിട്ടുള്ളത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ ഞാനിപ്പോൾ ഈ സിറപ്പും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒന്ന് ചൂടാറിയതിന് ശേഷം, അതായത് നമ്മൾ സ്റ്റീം ചെയ്തതിന് ശേഷം നമുക്ക് പുറത്തേക്ക് എടുത്തു. അതിന് ശേഷം ഇതൊന്ന് ചൂടാറിയതിന് ശേഷം മാത്രം നമുക്ക് ഇതേപോലെ ഗാർണിഷ് ചെയ്യാനുള്ളത് നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇത് നല്ലപോലെ ചൂടാറി കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ടോ തണുപ്പിക്കാണ്ടോ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഈ ചോക്ലേറ്റിന് പകരം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നല്ലപോലെ ഡാർക്ക് ചോക്ലേറ്റൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല. അപ്പോൾ ഡാർക്ക് ചോക്ലേറ്റിന് പകരം മിൽക്ക് ചോക്ലേറ്റോ അല്ലെങ്കിൽ നമുക്ക് ഗാർണിഷ് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇനി ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് ആൽമണ്ട് സ്ലൈസും അതേപോലെ തന്നെ കുറച്ച് പിസ്ത സ്ലൈസും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് സ്റ്റീംഡ് പുഡിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് തണുപ്പിക്കാണ്ടും ഉപയോഗിക്കാം, തണുപ്പിച്ചിട്ടും ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക.
അതേപോലെ തന്നെ വീഡിയോ കണ്ടതിനും ഇതുവരെ സപ്പോർട്ട് ചെയ്തതിനും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ പുതിയൊരു റെസിപ്പിയിലൂടെ കാണാം.